Hello guys, welcome back to my YouTube channel. അപ്പോൾ ബസൂക്ക നമ്മുടെ മമ്മൂക്കൻ്റെ മൂവി കണ്ടു, ഇഷ്ടപ്പെട്ടു. അടിപൊളി മൂവിയാണ്, മസ്റ്റ് വാച്ച് മൂവി എന്ന് തന്നെ പറയാം. നമുക്ക് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റിയോട് കൂടി എൻഗേജ്ഡ് ആക്കി കാണാൻ പറ്റുന്ന ഒരു മൂവി തന്നെയാണ്. ഡീനോ ഡെന്നിസ് റൈറ്റ് ചെയ്ത് അദ്ദേഹം തന്നെ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഒരു മൂവിയാണ് ബസൂക്ക. അതിലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു വൈബിലേക്ക് നമ്മളെ കൊണ്ടുപോവാണ്. ആ ബിഗ് ബിക്ക് ശേഷം നമുക്ക് ഇത്ര ഒരു വൈബ് വേറൊരു മൂവിക്ക് കിട്ടിയിട്ടില്ല എന്ന് തന്നെ പറയാം. എമ്പുരാനൊക്കെ ഭയങ്കരമായിട്ട് ഹൈപ്പ് കൊടുത്തതുകൊണ്ടായിരിക്കും നമുക്ക് ആ ഒരു എക്സ്പെക്ടേഷനിലേക്ക് എത്തിയിട്ടില്ല. എന്നാൽ ഈ ബസൂക്ക എന്ന് പറയുന്ന മൂവി അത്രത്തോളം ഹൈപ്പോ കാര്യങ്ങളൊന്നും കൊടുക്കാത്തത് കൊണ്ടായിരിക്കാം ഈ ഒരു മൂവി എന്തായാലും ഹിറ്റ് ആവുന്നുള്ള കാര്യത്തിൽ ഒരു മാറ്റവും ഇല്ല. കിഡിലൻ മൂവിയാണ്. അത് നമ്മുടെ മമ്മൂക്ക ഒരു സ്റ്റൈലിഷ് ലുക്കിൽ തന്നെയാണ് എത്തുന്നത്. അദ്ദേഹം തന്നെ ഒരു സ്റ്റൈൽ ലുക്ക് തന്നെയാണ്. എങ്കിലും ഈ ഒരു മൂവിയിൽ ഒരു വേറൊരു തരത്തിലേക്കുള്ള ഒരു ആക്ടിങ്ങും അതുപോലെ തന്നെ സ്റ്റൈലും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അത് ഈ ഒരു ന്യൂജൻ കാലഘട്ടത്തിലേക്ക്, ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു കഥ പറയുന്ന പോലെ നമുക്ക് തോന്നും. കാരണം ന്യൂജൻ പിള്ളേർ എന്തായാലും ഗെയിമിനെ ഇഷ്ടപ്പെടുന്നവരാണ് അല്ലെ. ഗെയിമിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും ഈ ഒരു മൂവി ഇഷ്ടപ്പെടും. കാരണം അത് തന്നെയാണ് ആ ഒരു മൂവിൻ്റെ സ്റ്റോറി. അത് ഒരു ഫൈറ്റ് സീൻ ആയിക്കോട്ടെ ഒക്കെ നമ്മൾ ആ ഒരു ഗെയിമിലൂടെ കാണാൻ കഴിയുന്ന രീതിയിലാണ് ഈ ഒരു മൂവി ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ മമ്മൂക്കൻ്റെ ആ ഒരു ഫൈറ്റ് സീനൊക്കെ ഉണ്ട്. നമ്മുടെ ആദ്യത്തെ ഫസ്റ്റ് ഹാഫിൽ തന്നെ മമ്മൂക്കൻ്റെ ഒരു കിഡിലൻ ഫൈറ്റ് സീനൊക്കെ ഉണ്ട് കേട്ടോ. ടോപ്പ് നോച്ച് എന്ന് തന്നെ പറയാം. നമ്മളെ ഭയങ്കരമായിട്ടും കോരിത്തെരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഫൈറ്റും അതുപോലെ തന്നെ ആക്ടിങ്ങും ഒക്കെയാണ് നമുക്ക് ഈ ഒരു മൂവിയിൽ കാണാൻ സാധിക്കും. നമ്മളെ ഭയങ്കരമായിട്ടും ത്രില്ലടിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു മൂവിൻ്റെ ഒരു ഡയറക്ഷൻ എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ ഈ ഒരു മൂവി ഒരു ആക്ഷൻ ത്രില്ലർ മൂവി എന്ന് പറയുമ്പോൾ എന്തായാലും നമുക്ക് ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ ആദ്യം മുതൽ അവസാനം വരെ. അതെന്തായാലും തീർച്ചയായിട്ടും ഈ ഒരു മൂവി ബസൂക്ക എന്ന് പറയുന്ന മൂവി നമുക്ക് തരും എന്നുള്ള കാര്യത്തിൽ ഒരു മാറ്റവും ഇല്ല. മമ്മൂക്കയുടെ ആക്ടിങ് പിന്നെ പറയണ്ടല്ലോ, അടിപൊളി തന്നെയാണ്. അതുപോലെ തന്നെ ഇതുവരെ കണ്ടിട്ടുള്ള ആ ഒരു മൂഡിലോ അല്ലെങ്കിൽ ആ ഒരു ലെവലിലോ അല്ല അദ്ദേഹം ഈ ഒരു മൂവിയിൽ നമുക്ക് കാണാൻ പറ്റുക. നമ്മളെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യിക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു മൂവി. നമുക്ക് തിയേറ്റർ വൈബ് എന്ന് പറഞ്ഞാൽ എൻ്റെ മോനെ, നമുക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ് നമ്മളെ ഭയങ്കരമായിട്ടും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സ്കോർ ചെയ്ത് എന്ന് തന്നെ പറയാം. നമുക്കത് നമ്മൾ ലയിച്ചിരുന്ന് പോവാന്നൊക്കെ പറയില്ലേ, നമ്മളെ എവിടേക്കോ നമുക്ക് ഭയങ്കരമായിട്ടും റൊമാൻറ്റിഫിക്കേഷൻ വരുന്ന ഒരു മൂവി തന്നെയാണിത്. അതുപോലെ തന്നെ ഒരുപാട് ട്വിസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മുടെ ആറാട്ടണ്ണൻ്റെ ഒരു അടിപൊളി വേഷത്തിൽ എത്തുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നുണ്ടെന്നാണ് ചോദിക്കേണ്ടത്. അത്ര ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു ട്വിസ്റ്റാണ്, അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ക്യാരക്ടറിലേക്ക് ആറാട്ടണ്ണൻ എത്തുന്നുണ്ട്. നന്നായിരുന്നു എന്ന് തന്നെ പറയാം. കാരണം തിയേറ്റർ മൊത്തത്തിൽ ഒരു വേറൊരു ലെവലിലേക്ക് എത്തിക്കാൻ ആ ഒരു സീനിന് സാധിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഈ ഒരു മൂവിയിൽ നമ്മൾ എടുത്തു പറയേണ്ടത് ഗെയിം തന്നെയാണ്. ഗെയിമിനെ ആസ്പദമാക്കി തന്നെയാണ് ഈ ഒരു മൂവി പോകുന്നത്. അത് ഗെയിമിനെ ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു തരത്തിലേക്ക് തന്നെയാണ്. കിടിലൻ ആക്ടിങ് ആണ്. അതുപോലെ തന്നെ കട്ടക്ക് നിൽക്കാൻ ഒരുപാട് പേര് ഈ മൂവിയിൽ എത്തിയിട്ടുണ്ട്. ഗൗതം വാസുദേവ് മേനോൻ, ദിവ്യ പിള്ള, ഷൈൻ ടോം ചാക്കോ, സിദ്ധാർത്ഥ് ഭരതൻ, ബാബു ആന്റണി, അങ്ങനെ ഒരുപാട് നമ്മൾ കണ്ടിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ഈ ഒരു മൂവിയിൽ എത്തിയിട്ടുള്ളത്. എന്തായാലും ഈ ഡീനോ ഡെന്നിസ് എന്ന് പറയുന്ന ആ ഒരു ഡയറക്ടറിന്റെ ആ ഒരു ബ്രില്യൻസ് നമുക്ക് ഈ ഒരു മൂവിയിൽ കാണാം. അതും ഈ ഒരു കാലത്തിലെ പിള്ളേരെ എന്തായാലും കയ്യിലെടുക്കാൻ സാധിക്കുന്ന ഒരു മൂവി തന്നെയാണ്. അതുപോലെ നമ്മുടെ മമ്മൂക്ക ഫാൻസിന് എന്തായാലും ഇരട്ടി മധുരാണ്. കാരണം ഈ ഒരു വിഷുക്കാലത്തിലെ ഈ എമ്പുരാൻ ഇറങ്ങി ഇത്രയും വിവാദങ്ങൾ ഉണ്ടാവുന്ന ഈ ഒരു അവസരത്തിൽ ഈ ബസൂക്ക എന്തായാലും ഹിറ്റ് ആവുന്നുള്ള കാര്യത്തിൽ ഒരു മാറ്റവും ഇല്ല. അടിപൊളി ഒരു മൂവി തന്നെയാണ്, മസ്റ്റ് വാച്ച് മൂവിയാണ്. കാണാത്തവർ എന്തായാലും കാണുക, തിയേറ്ററിൽ പോയി തന്നെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ.